വാല് ഗൈഡ് എടുത്ത് നീ പിന്നെ ഈ ഒരു പയ്യന്റെ കൂടെ പോയെന്നൊക്കെ ചോദിക്കുമ്പോഴേ നമ്മുടെ ടു അപ്പൊ പിന്നെ ആ ഒരുത്തൻ നീയാണല്ലേ എന്ന് പറഞ്ഞ് ചോദിക്കാണ്. അതിന് പിന്നാന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ അറിയോന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ നിന്നെപ്പറ്റി ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണേ. നീ എന്തോ അവന്റെ അടുത്ത് പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോഴേ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയാണ്. അതൊക്കെ പോട്ടെ, ഇവൻ ആരാന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഗയ്യാന്നുണ്ടെങ്കിൽ ഇവന്റെ ഗെയിമിംഗ് ഫ്രണ്ട് ആണെന്ന് പറയണേ. ഇതേക്കും ഇവനാന്നുണ്ടെങ്കിൽ ഓഹോ അപ്പൊ പിന്നെ ഇന്നലെ നൈറ്റ് നീ കുടിച്ചിട്ട് പോയി കിടന്നത് ഇവന്റെ റൂമിലാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ആണെന്ന് പറയാണ്. നമ്മുടെ കഴിക്കാന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇന്ന് നീ ഒരുപാട് കുടിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ട്യൂനെ നോക്കിയിട്ട് നീ എന്തിനാ വെറുതെ എന്റെ ഫ്രണ്ടിനെ കൊണ്ടേ കുടിപ്പിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കാൻ പറഞ്ഞു. ഇവന്റെ അടുത്ത് നന്നായിട്ട് എന്നെ ദേഷ്യപ്പെടുന്നുണ്ട്. ഇതേക്ക് നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെയൊന്നും പറയല്ലേ, അവനെന്നുള്ള വളരെയധികം കൈൻഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഞാൻ എവിടെയൊക്കെ കുടിച്ചു നടന്നാലും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന അവനാന്നൊക്കെ പറയുമ്പോഴേ ഗയ്യാന്നുണ്ടെങ്കിൽ നീ നിന്നെ വാ അടച്ചു മിണ്ടായിരിക്കും, നിനക്ക് ഇതിനെ പറ്റി ഒന്നും അറിയാത്തോണ്ടാണ്. ഇവനെ നോക്കി ഇവനാന്നുണ്ടെങ്കിൽ തെമ്മാടിയാണെന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി ഇവനെ പറ്റി സംസാരിക്കാണ്. ഇതേക്കുമ്പോ ട്യൂന് ദേഷ്യം വന്നിട്ട് നീ ഇപ്പൊ എന്നെ എന്തോ വിളിച്ചത്, തെമ്മാടി എന്നല്ലേ, നിനക്ക് എന്നെ പറ്റി അറിയോന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ നിന്നെ പറ്റി എന്തോ അറിയാനാണ്, നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ വലിയൊരു തെമ്മാടിയാണെന്ന്. ഇതേക്കുന്ന ഗയ്യ വാൽ അങ്ങനെയൊന്നും പറയല്ലേന്ന് പറയാണ്ട് വരുമ്പോഴേ ആദ്യമേ നീ സംസാരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും, നിനക്ക് ഇവനെ പറ്റി എന്തോ അറിയാം. ഇപ്പൊ രണ്ടാമത്തെ ടൈമാണ് ഇവനിങ്ങനെ നിന്നെ കുടിപ്പിക്കുന്നത്. അവന്റെ ഉദ്ദേശം കാര്യങ്ങൾ എന്താണെന്ന് നിനക്കറിയാവോ, അവൻ എവിടെ താമസിക്കുന്നത് നിനക്കറിയോ, അവൻ എന്ത് ജോലിയെ ചെയ്യുന്നതെന്ന് നിനക്കറിയാവോ, ഒരു കാര്യങ്ങളും നിനക്ക് അവനെ പറ്റി അറിയത്തില്ല. ഇന്നലെ അങ്ങോട്ട് മീറ്റ് ചെയ്തോളൂ, പോയി ചെന്ന് അവനായിട്ട് കുടിച്ചേക്കുന്നത്. ഇത് എന്റെ ഫ്രണ്ടാണ്, എനിക്കറിയാം അവനെ വീട്ടിൽ കൊണ്ടാക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യും കൊണ്ട് അവിടുന്ന് പോകാൻ വേണ്ടി വരുമ്പോഴത്തേക്കും നാമിയുടെ അടുത്തുനിന്ന് കോള് വരുന്നുണ്ട്. നോർമലി നാമി എപ്പോൾ വിളിച്ചാലും ഇവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അവൻ നേരെ കോള് കട്ട് ചെയ്ത് വിടുകയാണ്. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ വാ ഗൈ നമുക്ക് പോകാമെന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഗൈയുടെ കൈ കയറി പിടിച്ചിട്ട് നിങ്ങൾ എങ്ങനെ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. വാലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ടാക്സി വിളിച്ച് പോകുന്നു പറയണേ. ഇതേക്കുന്ന ടു ആണെന്നുണ്ടെങ്കിൽ ഗൈഡ് എടുത്ത് ഗൈ ഞാൻ നിന്നെ വണ്ടി കൊണ്ടാക്കാന്നൊക്കെ പറയാണ്. അതിന് നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല, നിന്നെ ഞങ്ങൾക്ക് അറിയത്ത് പോലില്ല, അങ്ങനെയുള്ളപ്പോൾ നിന്റെ കൂടെ ഞങ്ങൾ എങ്ങനെ വരുന്നതെന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ അത് തീരുമാനിക്കേണ്ട ഗൈ അല്ലേ, ഗൈ എന്താണെന്ന് വെച്ചാൽ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പിടിച്ച് വലിക്കുന്നുണ്ട്. ദൂരെന്ന് വരുന്നവർ ചിന്തിക്കുന്നത് ഇവരെന്തോ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നതാണെന്ന്. അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ഗെയിമാ ഗൈസ് കളിച്ചോണ്ടിരിക്കുന്നതെന്ന്. അന്നേരം നമ്മുടെ മഫിൻ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാലിനെ കാണുവാണ്. വാലിനെ കണ്ട പടം തന്നെ അവനോട്ട് ഒട്ടാൻ വേണ്ടി ചെല്ലുവാണ്. അന്നേരം നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ അവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇവന്റെ പേര് വാലെന്നാണ്, എന്റെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവളാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സംസാരിക്കാൻ വേണ്ടി അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ ഇവന് ഓൾറെഡി ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറയാണ്. അപ്പൊ തന്നെ അവരുടെ അടുത്ത് നിന്ന് കോളൊക്കെ വരുന്നുണ്ട്. അവൾ അവിടെ നിന്ന് വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അയ്യോ ഞാനത് മറന്നുപോയി, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് വരാന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ ഗൈഡ് അടുത്ത് പറയുന്നുണ്ട് നീ ഒറ്റയ്ക്ക് പോകത്തില്ലേന്നൊക്കെ. ഇവനതിന് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, നീ സേഫ് ആയിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വാലിനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. വാല അവിടുന്ന് പോയ പാടന്നെ ട്യൂന്നുണ്ടെങ്കിൽ ഇപ്പൊ നീ എന്ത് പറയുന്നത്, ഇപ്പൊ നീ എന്റെ കൂടെ അല്ലേ വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ നിന്റെ കൂടെ വരാനൊന്നും പറ്റത്തില്ല, ബാക്കിയുള്ള കാര്യം കൂടി നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ടോമാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവൻ ഞങ്ങളുടെ വന്നോട്ടെ, ഞങ്ങൾ നോക്കിക്കോളാന്നൊക്കെ പറയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഒരുമാതിരി നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ബൈക്കാന്നുണ്ടെങ്കിൽ ബൈക്ക് ഉള്ളതുകൊണ്ട് അവള് ബൈക്കിൽ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ ഇവര് മൂന്നരും കൂടി ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അന്നേരം നമ്മുടെ ടോമാന്നുണ്ടെങ്കിൽ പൊളൈറ്റായിട്ട് നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ ട്യൂടെ കൂടെ പൊയ്ക്കോളാൻ പറയണേ. ഇതേക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ നല്ല രസമുള്ള കാര്യങ്ങളല്ലേ എന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ചിരിച്ചിട്ട് ഞാൻ ജസ്റ്റ് പൊളൈറ്റായിട്ട് ചോദിച്ചതേ ഉള്ളൂ, അല്ല ഞാൻ സീരിയസ് ആയിട്ടല്ല ചോദിച്ചത്. പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് ഇപ്പോൾ ഒരു കാര്യം പറയാം, ജോന് നിന്റെ മേലെ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ മഫിൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴും മഫിനാന്നുണ്ടെങ്കിൽ എനിക്ക് സാഡ് ആയിട്ടുള്ള കാര്യമാണ്, എന്നാലും അവന് നിന്റെ മേലെ ഫീലിങ്സ് ഒക്കെ ഉണ്ടെന്ന് പറയാണ്. ഇവനാന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങൾ മുമ്പേ തന്നെ മീറ്റ് ചെയ്തതല്ലേ, അതുകൊണ്ടാണ് അവൻ എൻ്റെ അടുത്ത് മാത്രം അത്രയധികം സംസാരിച്ചതെന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്ക് അവിടേക്കാന്നുണ്ടെങ്കിൽ ഇവർക്ക് പോകേണ്ട ടാക്സി വരുന്നുണ്ട്. ഇവർ രണ്ടും ടാക്സിക്കകത്ത് കയറി പോകണേ. നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ ട്യൂനാന്ന് തോന്നുന്നു മെസ്സേജ് അയക്കുന്നുണ്ട്, നീ എല്ലാവരും ഉള്ളപ്പോൾ എന്നെ കെയർ ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ ഒറ്റയ്ക്കാവുന്ന ടൈമിൽ നീ എന്നെ കെയർ ചെയ്തില്ല, അതിന്റെ മീനിങ് എന്താണ്, നീ ഒരു പക്ഷേ ജലസ് ആവുന്നത് കൊണ്ടാണ് അതോ പൊസസീവ്നെസ് കാണണമാണോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേ കുറെ അധികം പയ്യന്മാർ ഇവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. ഇവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നടക്കുന്നുണ്ട്. ഇവൻ സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ച് തന്നെ ഇവന്മാരും പുറകെ തന്നെ വെച്ച് പിടിക്കുന്നുണ്ട്. ഫൈനലി ഇവനെ ഒരിടത്തിട്ട് വളഞ്ഞിട്ട് നിന്റെ ഫോൺ കൊള്ളാലോ, അത് ഞങ്ങൾക്ക് തരാനൊക്കെ പറയുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ ഫോൺ കൊടുക്കാതെ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നടക്കുവാണ്. ഇവന്മാർ പുറകെ തന്നെ വെച്ച് പിടിക്കുന്നുണ്ട്. ഇവൻ അവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവൻ തന്നെ ആ ഫോൺ എടുത്തിട്ട് ഇന്നാ നിങ്ങൾ ഫോൺ വെച്ചോളാൻ പറയാണ്. അന്നേരം അതിലൊരുത്തനാന്നുണ്ടെങ്കിൽ ഇനി ഞങ്ങൾക്ക് ഫോൺ വേണ്ട, നിന്റെ അടുത്ത് ഓൾറെഡി ഞങ്ങൾ ചോദിച്ചതല്ലായിരുന്നു, എന്നിട്ട് നീ ഫോൺ തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ഉപദ്രവിക്കാൻ വേണ്ടി ചെല്ലുവാണ്. പക്ഷേ ഇവനാന്നുണ്ടെങ്കിൽ കൈകൂപ്പി നിന്നുകൊണ്ട് എന്നെ ഒന്നും ചെയ്യില്ലേ എന്നൊക്കെ പറയാണ്. ആ ഒരു കറക്റ്റ് ടൈം തന്നെ അവിടേക്ക് ഒരാൾ വന്നിട്ട് അതിലൊരുത്തനെ ഇടിക്കുന്നുണ്ട്. അടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇടിക്കാൻ വേണ്ടി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ട്യൂനാണ്. ട്യൂനെ കണ്ട പാടെ തന്നെ അയ്യോ സോറി നിങ്ങളുടെ ഫ്രണ്ടാണെന്നൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഓമർ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോവാണ്. നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ ട്യൂനെ നോക്കിയിട്ട് ശരിക്കും നീ ആരാടാന്നുള്ള ഒരു മട്ടി നിൽക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി കാറ് വരുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൈയുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഓടുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന മുറിവും ദേഹത്തുണ്ടായിരുന്ന മുറിവും അതും പോരാഞ്ഞിട്ട് ഇപ്പൊ ഇവന്മാരൊക്കെ പേടിച്ചിട്ട് ഓടിപ്പോയില്ലേ. ഇവന്മാര് പേടിച്ചിട്ട് ഓടാൻ വേണ്ടി മാത്രം ഇവന് അത്രയ്ക്ക് വലിയ ആരാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവൻ ചോദിക്കുന്നുണ്ട്, നീ എവിടെയാണ് താമസിക്കുന്നത്, നിന്നെ കണ്ടിട്ട് എന്തിനാ അവരൊക്കെ പേടിച്ചോടിയെന്ന്. ഇതേക്കും ഇവനാന്നുണ്ടെങ്കിൽ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. എന്നിട്ട് പറയാണ് ചിലപ്പോൾ എന്നെ കണ്ടിട്ട് പേടിച്ചിട്ടായിരിക്കും. ഇതേക്കും ഇവനാന്നുണ്ടെങ്കിൽ നിന്നെ കണ്ടാൽ അങ്ങനെ ആരും പേടിക്കത്തൊന്നുമില്ല, ശരിക്കും നിന്നെ കാണാമെന്നുണ്ടെങ്കിൽ പ്രിറ്റി ആണെന്നൊക്കെ പറയണേ. ഇതേക്കുമ്പോൾ തുല്യാന്നുണ്ടെങ്കിൽ ചിരിയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പോട്ടെ നീ എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അത് കാഷ്വൽ
ബിസിനസ് ആണെന്ന് പറയാണ്. കാഷ്വൽ ബിസിനസ് എന്ന് പറയുമ്പോൾ സലൂൺ ആണോ, സ്പാ ആണോ, റെസ്റ്റോറന്റ് ആണോ, അങ്ങനെ പലതും പറയുമ്പോഴത്തേക്കും ഇവനാന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റാണ് നടത്തുന്നതെന്ന് പറയാണ്. എന്നാൽ പിന്നെ ഏത് ടൈപ്പ് ഫുഡാണ് അവിടെ ഉള്ളത്? തായ് ഫുഡാണോ, ജാപ്പനീസ് ഫുഡാണോ, ഷാബു ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഷാബു ആണെന്ന് പറയാണ്. ഓ ഷാബു ആണോ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ അടുത്ത മീറ്റിംഗ് അവിടെ വെച്ച് ആക്കാന്നൊക്കെ ഗൈ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ എൻ്റെ റെസ്റ്റോറൻറ്റ് ഇതുവരെ റെഡി ആയിട്ടില്ല, റെഡി ആയി കഴിഞ്ഞ ശേഷം നിന്നെ അറിയിക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തൊഴിലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചുമ വരുവാണ്. ഇവനിങ്ങനെ ചുമക്കുന്ന കേൾക്കുമ്പോഴേ നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കണം. അതിന് ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് ചെറുതായിട്ട് ദാഹിക്കുന്നുണ്ടെന്നൊക്കെ പറയണേ. എൻ്റെ വല്ല ഹെൽപ്പ് വല്ലതും വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് പറയണേ. ഹെൽപ്പ് എന്താണെന്ന് നമുക്കറിയാലോ. അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മുടെ ഗൈക്ക് ഇറങ്ങേണ്ട സ്ഥലം വരുവാണ്. നമ്മുടെ ഗൈയാന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. ഇവനെ തട്ടി വിളിക്കുമ്പോഴേ ഇവന്റെ ആ ഒരു സലൈവയാന്നുണ്ടെങ്കിൽ ഇവന്റെ ഷട്ടിൽ അങ്ങ് ആയിട്ടുണ്ട്. ഗൈ ഇത് കണ്ടിട്ട് സോറി പറയുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ലാന്ന് പറയാണ്. അതേപോലെ തന്നെ നീ എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയില്ലേ അതിന് താങ്ക്സ്. അതേപോലെ തന്നെ ഞാൻ സോറി പറയാണ്, നിന്നെ പ്രശ്നത്തിൽ കൊണ്ടുവന്ന് ചാടിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ടാറ്റയൊക്കെ കാണിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെയും ടാറ്റ കാണിക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് പോയ പാടെ തന്നെ തൊഴിലിൻ്റെ അടുത്ത് നമ്മുടെ ട്യൂ എന്നുണ്ടെങ്കിൽ നീ ഉടനെ തന്നെ ഷാബോള റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ട് നമുക്കത് വാങ്ങിക്കണമെന്നൊക്കെ പറയാണ്. ട്യൂ പറഞ്ഞ പോലെ തന്നെ തുല്ലാന്നുണ്ടെങ്കിൽ ഷാബോള റെസ്റ്റോറൻറ്റ് വാങ്ങിക്കുന്നുണ്ട്. ഇതാന്നുണ്ടെങ്കിൽ ആരൊക്കെയോ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ കടയുടെ ഫ്രണ്ടിൽ ആളെ വേണമെന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെക്കുന്നുണ്ട്. എന്നിട്ട് നേരെ പൂച്ചെന്ന് കിടക്കുവാണ്. കസേരയുടെ മുകളിലാണ് കയറി കിടക്കുന്നത്. അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങി പോവാണ്. ഇവനാന്നുണ്ടെങ്കിൽ താഴത്തേക്ക് വന്ന് വീഴുന്നുണ്ട്. താഴത്തേക്ക് വന്ന് വീഴുമ്പോഴത്തേക്കും അവിടെ ഒരു പയ്യനെ കാണുവാണ്. പയ്യനെ കണ്ട പാടെ തന്നെ ഇവനാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പേടിക്കുന്നുണ്ട്. ഈ ഒരു പയ്യനാന്നുണ്ടെങ്കിൽ പ്രേതങ്ങൾ നോക്കുന്നതിനോട് തുറച്ച് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്താ എവിടെയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ ആളെ വേണമെന്നുള്ള ബോർഡ് കണ്ടിട്ട് എങ്ങോട്ടേക്ക് കയറിയെന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഫോണിൽ നോക്കുന്നുണ്ട്. ഒരുപാട് ടൈം ഉറങ്ങിയെന്ന് മനസ്സിലായ ഇവന് അവിടെ നിന്ന് പോകാൻ വേണ്ടി ഒരുങ്ങുവാണ്. പക്ഷേ ഈ ഒരു പയ്യനാന്നുണ്ടെങ്കിൽ വിടുന്നില്ല. ഇവന്റെ പേര് ബോസ് എന്നാണ്. എനിക്ക് എന്തെങ്കിലും ജോലി തരണം, ഞാൻ ഒരു ബോർഡ് കണ്ടിട്ടല്ലേ വന്നത്, പ്ലീസ് എനിക്ക് എന്തെങ്കിലും ജോലി തരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവനാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോകാൻ വേണ്ടി ഒരുങ്ങാണ്. പയ്യനാന്നുണ്ടെങ്കിൽ നേരെ പോയി ഇവന്റെ കാല് പിടിക്കുകയാണ്. പ്ലീസ് എന്തെങ്കിലും ഒരു ജോലി താ, എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ് കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. ഇവനാന്നുണ്ടെങ്കിൽ പിടുത്താൻ വിടാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ ഓക്കെ നീ നാളെ വാ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ജോലി തരാമെന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് വരാൻ വേറെ ആരെയും എടുക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു പയ്യൻ അവിടെ നിന്ന് പോവാണ്. ഇവിടെ നമ്മുടെ കെഞ്ചിയാണ് കാണിക്കുന്നത്. കെഞ്ചിയാന്നുണ്ടെങ്കിൽ ആകെപ്പാടെ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് ലേഡീസിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഒരാൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ കൊണ്ടുവന്ന് ഇവനെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. ഇവൻ ഇതേപോലെ ബിസിനസ് ഒക്കെ നടത്താൻ പോകുന്നുള്ള കാര്യം ഇതേക്കുന്ന ഇവനാന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോഴേ കൊണ്ടുപോയി ചീഫിനെ കാണിക്കണ്ട, കുറച്ചുകൂടി എവിഡൻസ് ഉണ്ടാക്കുക, എന്നിട്ട് കൊണ്ടുപോയി കാണിക്കാന്നൊക്കെ പറയാണ്. പിറ്റേ ദിവസം ക്ലാസ്സിൽ നമ്മുടെ വാലാന്നുണ്ടെങ്കിലും ഗൈഡ് എടുത്ത് നീ എങ്ങനെയായിരുന്നു വീട്ടിൽ പോയെന്നൊക്കെ ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയെന്നൊക്കെ പറയാണ്. ആ ഒരു പയ്യൻ്റെ കൂടെ അല്ലല്ലോ പോയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് പമ്മിയിട്ട് ഇല്ല ഞാൻ അവൻ്റെ കൂടെ അല്ല പോയെന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഉറപ്പല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. ഇവനാന്നുണ്ടെങ്കിൽ ഉറപ്പാന്ന് പറയാണ്. എന്നിട്ട് നമ്മുടെ വാലിൻ്റെ അടുത്ത് ഇന്നലെ അല്ലായിരുന്നു നിങ്ങളുടെ 1 month ആനിവേഴ്സറി എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ അവൾ എൻ്റെ അടുത്ത് മുമ്പേ തന്നെ പ്രസന്റേഷൻ വർക്കൊക്കെ കാണാൻ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാന്നുണ്ടെങ്കിൽ മറന്നുപോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് അവൾ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നതാണ്, പക്ഷേ ഭാഗ്യം കൊണ്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇവനാന്നുണ്ടെങ്കിൽ ഗെയിമിംഗ് ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ട്. ഇതേപോലെ 8 മണിക്ക് ഗെയിം കളിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും പരസ്പരം ഓക്കെ ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഗെയ്യാന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. അടുത്തിരിക്കും നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ സാറ്റർഡേ നീ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വീട്ടിൽ പോകാന്നൊക്കെ പറയാണ്. പക്ഷെ നമ്മുടെ ഗൈക്കാന്നുണ്ടെങ്കിൽ കുലുക്കൊന്നുമില്ല. ഇത് കാണുമ്പോൾ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഞാൻ കുറേ നേരമായിട്ട് നിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ എന്താ മറുപടി തരാത്തെങ്കിൽ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ സോറി ഒരു തവണയും കൂടി പറയാൻ വേണ്ടി പറയണേ. ഇത് കേൾക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഞാനാന്നുണ്ടെങ്കിൽ സാറ്റർഡേ വീട്ടിലേക്ക് പോകുന്നുണ്ട്, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചതെന്നൊക്കെ പറയുമ്പോഴേ ഇവരെന്തായാലും മിണ്ടാതിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ നീ എന്താ ഫ്രീ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. അതിന് ഇവനാന്നുണ്ടെങ്കിൽ ഒന്നും അടിച്ചിട്ട് ഞാൻ ഫ്രീ ആണെന്നൊക്കെ പറയാണ്. ആക്ച്വലി ഇവൻ എന്ത് പറഞ്ഞാലും ശരി ഇവനാന്നുണ്ടെങ്കിൽ നോ പറയാൻ വേണ്ടി അറിയത്തില്ല. ഇവിടാന്നുണ്ടെങ്കിൽ തുല്യ ഒരാളെ അടിച്ചോണ്ടിരിക്കുകയാണ്. നീ ഇനി അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചോണ്ട് അടുത്ത് തന്നെ ട്യൂ ഉണ്ട്. ഇയാളാന്നുണ്ടെങ്കിൽ ഇവിടെ റിക് ബോക്സിങ്ങിലുള്ള ഒരാളാണ്. പക്ഷെ ഇയാളാന്നുണ്ടെങ്കിൽ ഇവിടെ ആ റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് വേറൊരു മാച്ച് പോയി ചെന്ന് കളിച്ചേക്കുവാണ്. ഇതൊക്കെയാണ് ഇപ്പൊ ഇവനെ അടിക്കാനുള്ള കാരണം. നീ ഇപ്പോഴെങ്കിലും ഇത് സമ്മതിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേ ഇവരാന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കുന്നുണ്ട്, ഇതൊന്നും പോയി ചെന്ന് ചീഫിന്റെ അടുത്ത് പോയി ചെന്ന് പറയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേക്കുമ്പോൾ നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് വന്നിട്ട് നിനക്ക് ഈ ഒരു കാര്യത്തിൽ കുറ്റബോധം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. അതിന് ഇവനാന്നുണ്ടെങ്കിൽ കൈയൊക്കെ കൂപ്പിട്ട് ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ എനിക്ക് കുറ്റബോധമുണ്ട്, അടുത്ത തവണ ഞാൻ മാച്ചിന് പോകുമ്പോൾ നിങ്ങൾക്ക് തരാനുള്ള പൈസ എല്ലാം തന്നേക്കാന്നൊക്കെ പറയാം. ഇതേക്കുന്ന ട്യൂവിനാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ അയാളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി ചെന്ന് നേരെ പോയി ചെന്ന് ആ ഒരു ടേബിളിൽ വെച്ച് ഇവന്റെ കൈ അങ്ങ് ഒടിക്കുകയാണ്. നിന്റെ ഈ ഒരു കൈ ഉണ്ടെങ്കിലല്ലേ നീ അടുത്ത മാച്ചിന് പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ നമ്മുടെ തുള്ളിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇയാളെ എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ. ഇതും പറഞ്ഞിട്ട് ഇവൻ തിരിഞ്ഞ് നടക്കുമ്പോഴാന്നുണ്ടെങ്കിൽ ഇയാളാന്നുണ്ടെങ്കിൽ നമ്മുടെ തുള്ളിനെ പിടിച്ച് തള്ളിയിട്ടിട്ട് ട്യൂവിനെ നേരെ കുത്താൻ വേണ്ടി ചെല്ലുകയാണ്. ട്യൂ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് ഇയാളെ താഴത്തേക്ക് കിടത്തിയിട്ട് അപ്പൊ തന്നെ മോന്തയ്ക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് ഇടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവന്റെ മോത്തേക്കാന്നുണ്ടെങ്കിൽ ബ്ലഡ് നന്നായിട്ട് തന്നെ തെറിച്ച് വീഴുവാണ്. തുല്ല് വരെ ഒരു നിമിഷം ഒന്ന് ഭയന്ന് പോകുന്നുണ്ട്. ശരിക്കും നമ്മളെ ട്യൂയുടെ മുഖം എന്താണെന്ന് അപ്പോഴാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് ഇവന്റെ അടുത്ത് പറയുന്നുണ്ട് നീ കാരണം എന്റെ ഒരുപാട് ടൈം ഇപ്പൊ വേസ്റ്റ് ആയി പോയി, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന പേഴ്സണ് എന്റെ അടുത്ത് ദേഷ്യപ്പെടുവെല്ലാം ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ നീ മരിച്ചത് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ തുല്ലിന്റെ അടുത്ത് ഒരു ഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഗെയ്യാന്നുണ്ടെങ്കിൽ ഗെയിം കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അന്നേരം നമ്മുടെ ട്യൂ മാത്രമേ ഇനി വരാനുള്ളതെന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, ട്യൂ നീ ഇത് എവിടെയാന്നൊക്കെ ചോദിച്ചുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ
നിന്റെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടെന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ അവിടേക്ക് ഓടി ചെല്ലുന്നുണ്ട്. ചെന്നപാടെ തന്നെ ടു അവന്റെ കയ്യിലുള്ള ബോക്സ് എടുത്തിട്ട് ഇവന് കൊടുക്കുന്നുണ്ട്. ഇത് കേക്കാണെന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്ക് തരാൻ വേണ്ടിയിട്ടാണോ നീ ഇത്രയധികം ദൂരത്തുനിന്ന് വന്നതെന്നൊക്കെ ചോദിക്കാണ്. അതിന് ഇവനാന്നുണ്ടെങ്കിൽ എനിക്കറിയാം നിനക്കത് ഒരുപാട് ഇഷ്ടമാണെന്ന്. കഴിഞ്ഞ പ്രാവശ്യം തന്നപ്പോൾ അവിടെ നിന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് നിനക്ക് നന്നായിട്ട് കഴിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ ഈ ഒരു ബോക്സ് ഫുള്ള് നിനക്ക് കഴിക്കാമല്ലോ എന്നൊക്കെ പറയാണ്. എന്നാൽ പിന്നെ ഓക്കെ, അവരെല്ലാവരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നമുക്ക് പോകാന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാന്നുണ്ടെങ്കിൽ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു കറക്റ്റ് ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയാന്നുണ്ടെങ്കിൽ ഇവന്റെ കഴുത്തിലാന്നുണ്ടെങ്കിൽ ബ്ലഡ് കാണുവാണ്. കണ്ട പടത്തിന് ഇതെന്ത് പറ്റിയത്, എവിടുന്ന് വന്നേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനാന്നുണ്ടെങ്കിൽ തൊടാൻ വേണ്ടി ചെല്ലുവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ നീ അത് തൊടേണ്ട ആവശ്യമൊന്നുമില്ല, അത് എവിടുന്ന് പറ്റിയെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറയാണ്. അതും പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ലിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആവുന്നുണ്ട്. ബാ നമുക്ക് പോകാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൈയാന്നുണ്ടെങ്കിൽ ഹാപ്പി ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവൻ കൈ പിടിച്ചതുകൊണ്ടായിരിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി അകത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ കൈയാന്നുണ്ടെങ്കിൽ ആ ഒരു കേക്കിന്റെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് ഇവന്റെ അടുത്ത് പറയുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ എന്നൊക്കെ. അതിന് നമ്മുടെ ടു എന്നുണ്ടെങ്കിൽ എങ്ങനെ ഭംഗി ഉണ്ടാകാതിരിക്കും, അത് ഞാനല്ലേ വാങ്ങിച്ചതെന്നൊക്കെ പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഗെയിം കളിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. ഇടയ്ക്ക് വെച്ച് നമ്മുടെ ടു എന്നുണ്ടെങ്കിൽ എടുത്ത് പറയുന്നുണ്ട് ഇത് കഴിക്കാൻ വേണ്ടി മറക്കണ്ടെന്നൊക്കെ. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ എടുത്ത് വെച്ച് കഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ടു എടുത്ത് ചോദിക്കുന്നുണ്ട് നീ കഴിക്കുന്നില്ലേന്ന്. ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴെങ്കിലും വേണ്ട പിന്നെ മതി എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ കൈയാന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് നേരെ നമ്മുടെ ടൂവിന് കൊടുക്കുന്നുണ്ട്. ടു കുറച്ചു നേരം ഇവനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. നമ്മുടെ ടോമാന്നുണ്ടെങ്കിൽ ഗെയിം ടൂവും കൂടി ഗെയിം കളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരിടത്ത് നിന്ന് കളിക്കുന്ന പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയാണ്. ഇതേക്കുന്ന ടു ആന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരിടത്ത് നിന്നാ കളിക്കുന്നതെന്നൊക്കെ പറയാണ്. അതിന് നമ്മുടെ കൈയാന്നുണ്ടെങ്കിൽ നീ ഇപ്പം എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്, അവരെന്ത് തിങ്ക് ചെയ്യുന്നൊക്കെ പറയുമ്പോഴും ഇവനാന്നുണ്ടെങ്കിൽ ആരെന്ത് തിങ്ക് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, നീ എന്താണ് തിങ്ക് ചെയ്യുന്നത് അതിന് മാത്രമേ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ കണ്ണും ഒക്കെ നോക്കിയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇവരാന്നുണ്ടെങ്കിൽ ഗെയിമിൽ വിൻ ചെയ്യാണ്. ഗെയിം ഹാപ്പി ആയിട്ട് നിന്ന് തുള്ളിച്ചാടുവാണ്. തുള്ളിച്ചാടുന്നതിന്റെ ഇടയ്ക്ക് നേരെ നമ്മുടെ ടൂയുടെ മടിയിലേക്ക് വന്ന് വീഴുവാണ്. എന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെ പിടിച്ചിട്ട് ചെയ്യുന്നുള്ള രീതിയിൽ ഇങ്ങനെ അടുത്തേക്ക് ചെല്ലുവാണ്. ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ട് വരുമ്പോഴത്തേക്കും തന്നെ ഇവനാന്നുണ്ടെങ്കിൽ അവന്റെ ലിപ്പി പറ്റിയിട്ടുള്ള ക്രീം അങ്ങ് തുടച്ചു മാറ്റുവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ കൈയാന്നുണ്ടെങ്കിൽ നെർവസ് ആയിട്ട് ഈ ഡിഷസ് ഒക്കെ ഞാൻ പോയിച്ചെന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വന്ന് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള സാധനങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ഗെയിം കളിക്കുന്ന സാധനങ്ങളും അതേപോലെ തന്നെ നമ്മുടെ വാലും ഗെയിം കൂടി ഒരുമിച്ചുള്ള ഒരുപാട് ഫോട്ടോസും കിടക്കുന്ന കാണുവാണ്. ഇവനാന്നുണ്ടെങ്കിൽ നിനക്ക് വീഡിയോ ഗെയിംസ് അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗെയിം എടുത്ത് ചോദിക്കുമ്പോഴേ ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് റിയൽ ലൈഫിൽ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോ ഗെയിംസ് ഒക്കെ കളിക്കാറുണ്ടെന്ന് പറയണേ. നിന്റെ കാര്യം എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ടൂവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴേ ടു ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഹൈസ്കൂളോടെ വീഡിയോ ഗെയിം ഒക്കെ കളിക്കും, എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ നോക്കുമ്പോഴേ ചേരലാന്നുണ്ടെങ്കിൽ ഒരു തിങ്സ് വെച്ചേക്കാണ്. ഇത് കാണുമ്പോൾ നമ്മൾ ടു ആണെന്നുണ്ടെങ്കിൽ ഗൈ എടുത്ത് നിനക്ക് പേടിയില്ല ഇതാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് വന്ന് വീഴുമെന്ന്, ഇതെന്തിനാ ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേ നമ്മുടെ കൈയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചേർന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആണ്, അത് താഴെ വന്ന് വീഴത്തില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്നൊക്കെ പറയാണ്. അന്നേരം ഇവർക്ക് ഗെയിമിംഗ് ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് വരുവാണ്, ഇവർക്കാണെന്നുണ്ടെങ്കിൽ നാഷണൽ ലെവലിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടെന്ന്. കാണുന്ന ഗൈ തിരിച്ച് ടെക്സ്റ്റ് ചെയ്യാണ്, എനിക്ക് ഈ ഒരു വീക്കെൻഡിൽ പ്രാക്ടീസ് ചെയ്യാണ്ട് പറ്റത്തില്ല, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകണം. ഇത് കാണുന്ന ടു ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യെ നോക്കുന്നുണ്ട്. ടു ആണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ഒരു ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. ഫോട്ടോ നോക്കുമ്പോഴേ നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഫോട്ടോ പിടിച്ച് വാങ്ങിക്കുന്നുണ്ട്. ഇതെങ്ങനെ ഇവിടെ വന്നേന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് ടു ആണെന്നുണ്ടെങ്കിൽ ഇവൻ അത്ര നല്ലവനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, നിനക്ക് അവന് ചേരത്തൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ കൈക്കാന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. വാലിനെ പറ്റി പറയുന്ന കേൾക്കുമ്പോഴേ വാല അങ്ങനെയുള്ള ഒരുത്തനൊന്നും അല്ല, അവനാന്നുണ്ടെങ്കിൽ നല്ല ആളാണ്, അവൻ എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും, അതേപോലെ തന്നെ എനിക്കുള്ള ഒരു ഫ്രണ്ട് ആവും മാത്രം എന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ അവൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നെങ്കിൽ ഒരിക്കലും നിനക്ക് ഇങ്ങനെ ലോൺലി ആയിട്ട് ഫീൽ ചെയ്തില്ലായിരുന്നു എന്ന് പറയണേ. ഇതേക്കും ഇവന് പിന്നെ എന്തോ പറയണമെന്ന് അറിയത്തില്ല. എനിക്കറിയാം നിനക്ക് അവന് ഇഷ്ടമാണെന്നൊക്കെ ടു പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ നീ വെറുതെ ഓരോന്ന് ഊഹിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് അവന്റെ മേലെ അങ്ങനെ ഫീലിംഗ്സ് ഒന്നും ഇല്ലാന്ന് പറയണേ. ഇതേക്കുന്ന ടു ആണെന്നുണ്ടെങ്കിൽ നിനക്കിപ്പോൾ സത്യം എൻ്റെ അടുത്ത് പറയാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിന് ഇവനാന്നുണ്ടെങ്കിൽ ഞാനെന്തോ സത്യം പറയാനാണ്, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട് മാത്രമാണെന്ന് പറയണേ. ഇതേക്കുന്ന ഇവനാന്നുണ്ടെങ്കിൽ എന്താ പിന്നെ ഓക്കെ നീ എൻ്റെ അടുത്തൊന്നും പറയണ്ട ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പോയ പാടെ തന്നെ നമ്മുടെ കൈ എന്നുണ്ടെങ്കിൽ തൊട്ട് പുറകെ ഓടിച്ചല്ലുവാണ്. ചെന്നിട്ട് ടു അവിടെ നിന്ന് നിന്നേന്ന് പറഞ്ഞിട്ട് ഇവന്റെ അടുത്തേക്ക് എന്നിട്ട് നീ നേരത്തെ പറഞ്ഞില്ലേ അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്, എനിക്കാണെന്നുണ്ടെങ്കിൽ അവന്റെ മേലെ ഫീലിംഗ്സ് ഉണ്ട്, പക്ഷെ അവൻ ഇതുവരെ അതിനെ പറ്റിയൊന്നും അറിയത്തില്ല, എനിക്കാണെന്നുണ്ടെങ്കിൽ അവന്റെ അടുത്ത് പറയാൻ വേണ്ടി പേടിയാണ്, അവനെ കണ്ടു കഴിഞ്ഞാൽ ആരാണ് ലവ് വീഴാത്തത്, അവന്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കാനുള്ള യോഗ്യത ഉണ്ടോന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴേ ടു ആണെന്നുണ്ടെങ്കിൽ ഇവന്റെ തലയിലേക്ക് കൈ വെച്ചിട്ട് ഒരു ദിവസം നിനക്കായിട്ടുള്ള റൈറ്റ് പേഴ്സണെ നീ കണ്ടെത്തുമെന്നൊക്കെ പറയാണ്. ഇതേക്കുമ്പോൾ നമ്മുടെ കൈയാന്നുണ്ടെങ്കിൽ ഇവനെ പോയി ചെന്ന് ഹഗ് ചെയ്യാണ്. ഇവനും തിരിച്ച് ഹഗ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്തോ കാരണം കൊണ്ട് അവൻ തിരിച്ച് ഹഗ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മുടെ പയ്യനാന്നുണ്ടെങ്കിൽ റെസ്റ്റോറന്റ് കാണാൻ വേണ്ടി വന്നേക്കാണ്, പക്ഷെ അവനാന്നുണ്ടെങ്കിൽ അവിടേക്ക് ഒരു കസേരയും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇവനാന്നുണ്ടെങ്കിൽ ഇതിപ്പോ തന്നെ ഇവിടുന്ന് മാറ്റണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ ബോസ് എന്തിനും ഇത്രയൊക്കെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ സാധനങ്ങളല്ലേ, നമുക്ക് പിന്നെ ഇതൊക്കെ മാറാന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ സമ്മതിച്ചു കൊടുക്കുന്നില്ല, ഇതൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാനാണ് പറയുന്നത്. എന്നാൽ പിന്നെ ഓക്കെ ബോസ് നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഒരു പിക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൈഡ് റൂമിൽ ഇരുന്ന ആ ഒരു ചെയറില്ലേ അതാണ് കാണിക്കുന്നത്. എന്നാൽ പിന്നെ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരിങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു നിന്നുകൊണ്ട് നമ്മുടെ ബോസും കാണുന്നുണ്ട്. ബോസ് ആണെന്നുണ്ടെങ്കിൽ ഇതാരായിരിക്കും, ഇവർ തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ടൂറിന് പോയ പാടെ തന്നെ ഇവനാന്നുണ്ടെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. തുല്ലാന്നുണ്ടെങ്കിൽ ഓ നീ പിന്നെയും വന്നെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ എംപ്ലോയി അല്ലേ, നിങ്ങൾ മറന്നുപോയോ, നിങ്ങൾ ഇന്നലെയല്ലേ എന്നെ ഇവിടെ ജോലിക്ക് എടുത്തത്, അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ വാക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി പോകുന്നൊക്കെ ചോദിക്കുമ്പോൾ
ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ വാക്കൊന്നും തെറ്റിക്കുന്നില്ല, നീ ഇവിടുത്തെ എംപ്ലോയി തന്നെയാണെന്നൊക്കെ പറയാണ്. അതൊക്കെ പോട്ടെ, ഈ ഒരു റെസ്റ്റോറൻറ്റ് അടച്ച സമയത്ത് നീ എന്താ ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ എൻ്റെ അടുത്ത് ഇന്റർവ്യൂ ഒന്നും നടത്തിയില്ലല്ലോ, അതൊക്കെ എനിക്ക് ഒരുമാതിരി സ്ട്രേഞ്ച് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, അതുകൊണ്ട് ഇന്റർവ്യൂ നടത്തണം എന്നൊക്കെ പറയാണ്. ഇതേക്കുമ്പോൾ നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂവിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. ഇവനാന്നുണ്ടെങ്കിൽ ആ ആവശ്യമുണ്ട്, എന്നെപ്പറ്റി നിങ്ങൾക്കും കാര്യങ്ങൾ അറിയണം, നിങ്ങളെപ്പറ്റി എനിക്കും കാര്യങ്ങൾ അറിയണം, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ ഇരിക്കുവാണ്, ബോസാന്നുണ്ടെങ്കിൽ നിൽക്കുവാണ്. എന്നാൽ പിന്നെ ഓക്കെ, ഞാൻ എന്ത് ക്വസ്റ്റ്യനാണ് ചോദിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ ഓക്കെ, എന്നെപ്പറ്റി ഞാൻ തന്നെ പറയാം, ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഗ്രാജുവേഷൻ ആയത്, അതേപോലെ തന്നെ എൻ്റെ അച്ഛനാന്നുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഇട്ടിട്ട് പോയി, എൻ്റെ അമ്മയാണ് എന്നെ വളർത്തിയത്, അതേപോലെ എനിക്കൊരു സഹോദരിയുണ്ട്, സഹോദരി ഇതുവരെ ഗ്രാജുവേഷൻ ആയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് മസ്റ്റായിട്ട് ഈ ഒരു ജോലി വേണമെന്നൊക്കെ പറയാണ്. ഇതേക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഉറക്കം വരുന്നുണ്ട്. പിന്നെ ഓക്കെ, നിനക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, എന്നാൽ പിന്നെ ഇന്റർവ്യൂ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാന്നൊക്കെ തുല്ല് പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നതൊക്കെ പറയുമ്പോൾ തുല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞു ചോദിക്കുകയാണ്. ആവശ്യമുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പോണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, നിങ്ങൾക്കാന്നുണ്ടെങ്കിൽ ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. ഇവനാന്നുണ്ടെങ്കിൽ ആ ഒരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. ഉണ്ട്, നമ്മളിപ്പോൾ ചെയ്യാൻ പോണ ബിസിനസ് അല്ലേ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ല എന്ന് പറയുന്നത്. ഇതൊക്കെ ഇവനാന്നുണ്ടെങ്കിൽ കുറച്ച് ആശ്വാസമാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവനാന്നുണ്ടെങ്കിൽ ഇവനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുവാണ്. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്, നേരത്തെ ഒരു തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ, അത് നിന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്നൊക്കെ. ഇവനാന്നുണ്ടെങ്കിൽ നീ എന്തൊരു ഇഡിയറ്റ് ആണ്, അതെന്റെ ബോസാണ്, ഞാനിപ്പോഴും സിംഗിൾ ആണെന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംഗിൾ ആയിട്ട് ഇരിക്കുന്നത് നല്ല കാര്യമാണ്, നമ്മളിപ്പോൾ ഈ നടത്താൻ പോകുന്ന ബിസിനസ്സിൽ മറ്റുള്ള എംപ്ലോയീസിന് എൻകറേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ സിംഗിൾ ആയിട്ട് തന്നെ ഇരിക്കണം. എനിക്കറിയാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സോ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്തുതരാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ വയലിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുവാണ്. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നുണ്ടെങ്കിൽ നമ്മുടെ ടൂ വന്ന് നിൽപ്പുണ്ട്. ടൂ ആണെന്നുണ്ടെങ്കിൽ വന്ന പാടെ തന്നെ ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടട്ടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുവാണ്. ഗയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ അവരോട് പോയിക്കോളാം എന്നൊക്കെ പറയാണ്. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല, നീ പോയിക്കോളാൻ പറയാണ്. നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വാൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഒരുപാട് നേരമായി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയിട്ടെന്ന്. ഇവനാന്നുണ്ടെങ്കിൽ ഇല്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് നിൽക്കുമ്പോഴും നമ്മുടെ ടൂയുടെ അടുത്തുനിന്ന് മെസ്സേജ് വരുന്നുണ്ട്, നീ അവിടേക്ക് ചെന്ന പാടെ തന്നെ എനിക്ക് മെസ്സേജ് അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ തിരിഞ്ഞ് നിന്നിട്ട് ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട്. അവന് തിരിച്ച് ഹായ് ഒക്കെ കാണിച്ചിട്ട് ടൂ അവിടുന്ന് പോവാണ്. അവൻ അവിടുന്ന് പോയ പാടെ തന്നെ ഗയ്യാന്നുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തൽ തുടങ്ങുവാണ്. നീ അല്ലേ അവൻ ഇവിടേക്ക് വിളിച്ചു വരുത്തിയെന്നൊക്കെ ചോദിക്കുമ്പോഴും നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു വരുത്തിയെന്നല്ല, എന്തോ ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്നപ്പോൾ എന്നെ മീറ്റ് ചെയ്തെന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ അവൻ അത്രയ്ക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത പയ്യനൊന്നും അല്ല എന്നൊക്കെ പറയാണ്. ഇദ്ദേഹം ഇവനാന്നുണ്ടെങ്കിൽ അവൻ കൊടുത്തിട്ടുള്ള ഒരു കാർഡ് എടുത്തിട്ട് കാണിക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, അവനാന്നുണ്ടെങ്കിൽ റിയൽ ആയിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ട്, അവനാന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പറഞ്ഞിട്ട് ഇവന് കൊടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവനും അത് വിശ്വസിച്ച മട്ടിൽ തലയാട്ടുന്നുണ്ട്. ഇവിടെ റെസ്റ്റോറൻറ്റിൽ നമ്മുടെ തുല്ലും ബോസും കൂടി ചേർന്നിട്ട് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് നമ്മുടെ ടൂ വരുന്നുണ്ട്. ടൂയെ കണ്ടപ്പാട് തന്നെ തുല്ലാന്നുണ്ടെങ്കിൽ ബോസിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇവനാണ് നമ്മുടെ ഇവിടുത്തെ പുതിയ എംപ്ലോയി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മുടെ ടൂ ആണെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവനിതൊരു വീട്ടിൽ ചെന്നില്ലേ എന്നൊക്കെ പറഞ്ഞുണ്ട് നമ്മുടെ ഗൈഡ് അടുത്ത് നിന്നുള്ള മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. തുല്ലിനാന്നുണ്ടെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവാതെ എന്താന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ ഒന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ടൂ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ട് ഫുഡ് എടുത്ത് വെക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവൻ അപ്പോഴും ഓർമ്മയിലേക്ക് വരുന്നത് നമ്മുടെ ഗൈ ആണ്. അപ്പം തന്നെ ഫോൺ എടുത്ത് വെച്ചിട്ട് ഗൈക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഗൈ നീ ഇപ്പം എന്തെടുക്കാന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൻ്റെ അടുത്തുനിന്ന് യാതൊരു തരത്തിലുള്ള റിപ്ലൈ വരുന്നില്ല. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ നിനക്കിത് എന്താ പറ്റിയ, നീ ഓക്കെ അല്ലേ, നീ ഞാൻ കാരണം അപ്സെറ്റ് ആയെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിന് നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത് ഞാൻ തിരിച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും തമ്മിൽ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇവനാന്നുണ്ടെങ്കിൽ ആകെപ്പാടെ നെർവസ് ആവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇവൻ്റെ അടുത്ത് മാത്രം ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്, ഇനി ഒരു പക്ഷേ അവൻ എന്നെ കാണുമ്പോൾ പേടിയില്ലാത്തതുകൊണ്ടാണോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഓർഡേഴ്സ് ഒന്നും അവൻ അനുസരിക്കാത്തതുകൊണ്ടായിരിക്കുമോ, എനിക്ക് അവന് മേളിൽ ഇത്രയധികം ഇൻട്രസ്റ്റ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വരുവാണ്. റെസ്റ്റോറൻറ്റിലേക്ക് വന്ന പെട്ടെന്ന് തന്നെ തുല്ലാന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. തുള്ളിത്തുള്ളെന്ന് പറയുന്ന സാവകാശത്ത് വിളിക്കുന്നുണ്ട്. ഇവൻ കേൾക്കാത്തതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ബഹളം വെച്ച് വിളിക്കുകയാണ്. ഇവനെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ആ ബോസ് നിങ്ങളൊന്ന് നേരത്തെ വന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. അന്നേരം നമ്മുടെ ടൂ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് സാധനം മിസ്സിംഗ് ആണല്ലോ, അതൊക്കെ ഇപ്പോൾ വരും എന്നൊക്കെ ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ അത് അടുത്ത ദിവസം തന്നെ വരും, എന്നാൽ പിന്നെ ഓക്കെ ഇനി എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയാണ്. ഇവനാന്നുണ്ടെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ ട്യൂനാന്നുണ്ടെങ്കിൽ തുലിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അവനാന്നുണ്ടെങ്കിൽ പതിയെ ചോദിക്കുവാണ്, ഒരാൾക്ക് ഒരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ അയാൾക്കത് ടെക്സ്റ്റ് ചെയ്ത് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ചെയ്ത് പറയാം, ഇനി എമർജൻസി ആയിട്ടുള്ള കാര്യമല്ല എന്നുണ്ടെങ്കിൽ അത് കോൾ ചെയ്തും പറയാന്നൊക്കെ പറയാണ്. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അങ്ങനെ ടെക്സ്റ്റ് ചെയ്യാൻ പറ്റാത്തയും കോൾ ചെയ്തും പറയാൻ പറ്റാത്ത ആ ഒരു കാര്യം എന്തായിരിക്കും എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ആക്ച്വലി ബോസിന് എന്താണ് എൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ആരാണ് ബോസിന് ഇത്രയധികം ആൻഷ്യസ് ആക്കിയത്, എനിക്ക് ഉറപ്പാണ് അത് ഗൈ ആണെന്ന്, ഗൈ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ടീസ് ചെയ്യുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഇനി അടുത്തേക്ക് വന്നിട്ട് തലയ്ക്ക് ഒരു തട്ടങ്ങ് കൊടുക്കുന്നുണ്ട്. തട്ട് കൊടുക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് ബോസ്, നിങ്ങളിങ്ങനെ ഷൈ ആകുമ്പോൾ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എനിക്ക് ബോസിനെ പറ്റിയിട്ട് നന്നായിട്ട് കാര്യങ്ങളെല്ലാം അറിയാം, കാരണം ബോസുമായിട്ട് സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളല്ലോ എന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ അപ്പം നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാലേ, എന്നാൽ പിന്നെ ഈ കാര്യം അറിയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ
ഇവനാണെന്നുണ്ടെങ്കിൽ പോയിച്ച് ഒറ്റയ്ക്ക് ഒരിടത്ത് ഇരിക്കുകയാണ്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തുല്ല് വന്നിട്ട് ഓക്കെ ബോസ്, ഇനി ഞാൻ ബോസിനെ ടീസ് ചെയ്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറയാണ്. നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ അവനെന്നെ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല അവന് വന്നതിന് ശേഷം എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ നേരിട്ട് പറയാനുള്ള കാര്യം എന്തായിരിക്കും എന്നൊക്കെ പറയുമ്പോഴ് നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തുവാ അവൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത് അവന്റെ ബോയ് ഫ്രണ്ട് ആവോന്നൊക്കെ ആയിരിക്കുന്നു. ഇതേക്കും ഇവനാന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞില്ലേ ഇനി ടീസ് ചെയ്യത്തില്ല എന്ന്. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ ആ ഓക്കെ ബോസ് അതൊക്കെ പോട്ടെ, ഞാൻ ഇനി ടീസ് ചെയ്യത്തില്ല. എന്താന്ന് വെച്ചാൽ പറഞ്ഞോ അവൻ ഇനി എന്നാ വരാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ അവൻ നാളെ വരും എന്ന് പറയുന്നത്. നാളെ വരുമെന്നോ? നാളെ എന്ന് പറയുമ്പോൾ ഇനി ഒരു ദിവസം കൂടി അല്ലല്ലോ, ബോസിന് വെയിറ്റ് ചെയ്തിരുന്നൂടെ? അവൻ വന്നതിന് ശേഷം കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ അറിയാന്ന് പറയാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഗൈയാണ്. ഗൈയാന്നുണ്ടെങ്കിൽ നമ്മുടെ ട്യൂവിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവിടേക്കാന്നുണ്ടെങ്കിൽ ട്യൂവും വരുന്നുണ്ട്. ട്യൂ ഇവനെ കണ്ട പാടെ തന്നെ നീ ഇവിടേക്ക് വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വന്ന് പിക്ക് ചെയ്യുമായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ആക്ച്വലി നീ ആരാണെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അതിന് ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ ആരാണെന്നോ, ഞാൻ തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ നീ എന്നുണ്ടെങ്കിൽ മാഫിയയിൽ ഉൾപ്പെടുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുവാണ്. അതും പറഞ്ഞതിന് ശേഷം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. നമ്മുടെ ബാലാന്നുണ്ടെങ്കിൽ ഇവനൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലാന്നുണ്ടെങ്കിൽ നമ്മുടെ ട്യൂയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത്. ഇതൊക്കെ കാണിച്ചിട്ട് ഇവൻ പറയുന്നുണ്ട് ശരിക്കും പറയാമെങ്കിൽ നീ ആരാണ്, നീ എന്തിനാ എൻ്റെ അടുത്ത് നീ ഇതൊക്കെ മറച്ചു വെച്ചെന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. അതിന് നമ്മുടെ ടു ആന്നുണ്ടെങ്കിൽ നിനക്ക് ശരിക്കും അറിയണമല്ലേ ഞാൻ ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ അകത്തേക്ക് അങ്ങനെ അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ ആകെപ്പാട് പേടിച്ച് പുറകോട്ട് പോകുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ നമ്മുടെ ട്യൂവും മുന്നോട്ട് പോവാണ്. ഫൈനലി ഇവനാന്നുണ്ടെങ്കിൽ സോഫയിലേക്ക് വന്ന് വീഴുകയാണ്.